ഹലോ, ഇന്ന് നമ്മൾ കുറേ പപ്പടമൊക്കെ പൊരിച്ചിട്ടുണ്ട്. പപ്പടവും സോയാബീൻ അങ്ങനെ 3-4 കൂട്ടം കറികളുണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് ചോറ് വേണം. പിന്നെ നമ്മുടെ തറയിലൊരു ഷീറ്റ് വിരിക്കാനുണ്ടായിരുന്നു. ഷീറ്റല്ല, ഒരു ചവിട്ട് പോലത്തെ സാധനം നമ്മൾ മേടിച്ചത്, അതൊക്കെ ഒന്ന് വിരിക്കാം. സോയാബീനൊക്കെ എല്ലാം മസാലയൊക്കെ ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് നേരെ എടുത്ത് നമ്മുടെ പപ്പടം വറുത്ത് കോരി എണ്ണയിലേക്ക് ഇട്ടു. ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ റോസ്റ്റായിട്ട് വരാൻ കാത്തിരിക്കുവാണ്. ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിച്ച് നല്ല ടേസ്റ്റും കൂടി ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തീ ഒന്ന് ചെറുതായിട്ട് കുറച്ചിടണം, അല്ലെങ്കിൽ കത്തി കഴിഞ്ഞു പല്ലിയൊക്കെ കരിയായി കിട്ടും. ഇനി നമുക്ക് ഈ പപ്പടമൊക്കെ ചെറുതായിട്ട് ചൂടാറി, ഒത്തിരി ചൂടാക്കി കഴിഞ്ഞാൽ തണുത്തു. അതുകൊണ്ട് നേരെ നമുക്ക് ഈ പാത്രത്തിലിട്ട് അടച്ച് വെക്കാം. എല്ലാ പപ്പടവും കോരി ഇതിനകത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ 1-2 പറക്കി തിന്നുന്നുണ്ട്. സാരമില്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചതല്ലേ, അങ്ങനെ തിന്നുകൊണ്ടിരിക്കാന്നേ. ഇനി നമ്മൾ ചോറുണ്ണാൻ പോണിത് നമ്മുടെ രാവിലത്തെ ചോറുണ്ണല കേട്ടോ. നമുക്ക് കഴിക്കാനായിട്ട് രസവും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നെല്ലിക്ക ചമ്മന്തി അല്ല കേട്ടോ, മാങ്ങാ ചമ്മന്തി, പിന്നെ കുറച്ച് മാങ്ങാച്ചാറ്, പിന്നെ ഇതേ നമ്മുടെ പപ്പടം വറുത്തത്. അങ്ങനെ എല്ലാ സാധനങ്ങളും പ്ലേറ്റിലിട്ട് നിറച്ചു. ഇത് നമ്മളുടെ ചേട്ടായുടെ പ്ലേറ്റാണ്. ഇനിയാണ് എൻ്റെ പ്ലേറ്റ് കാണാൻ പോകുന്നത്. കുറേ രസവും, കുറേ തോരനും, കുറേ സോയാബീനും, കുറേ വെണ്ടയ്ക്കയും, കുറേ ചമ്മന്തിയും, കുറേ അച്ചാറും. ഇത് ഞാൻ പ്രത്യേക രീതിയിലുണ്ടാക്കിയ ഒരു പുതിയ സാധനമാണ് കേട്ടോ. അത് ഞാൻ ചേട്ടായിക്ക് ഇച്ചിരി കൊടുത്തോളൂ. ഇനി അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലല്ലോ. അങ്ങനെ എല്ലാം കൂട്ടി വയറ് നിറച്ച് തിന്നു. പിന്നെ കുറച്ച് ഈ കുഞ്ഞച്ചപ്പുണ്ടാകും, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതും കുറച്ചങ്ങോട്ട് തിന്നു ഇരുന്ന്. പിന്നെയാണ് നമ്മുടെ ഷീറ്റൊക്കെ ശരിയാക്കണം എന്ന് ഓർമ്മ വന്നത്. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി എനർജി ആവണമല്ലോ. ഇതാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ, നല്ല സോഫ്റ്റുമാണ്, തീരെ കുഞ്ഞിതുമാണ്. നമുക്കിങ്ങനെ കയ്യിൽ വെച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ റൂമിലുണ്ടാകുന്ന കട്ടിൽ സംഭവങ്ങളൊക്കെ മാറ്റി തറയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ക്ലീനാക്കി കുറേ അധികം നേരത്തെ കഷ്ടപ്പാട് കൊണ്ട് ഞാൻ ഇതിങ്ങനെയാക്കി എടുത്തു. ഇപ്പം മുടുക്കനായി. എന്തോരം നേരത്തെ കഷ്ടപ്പാടാന്ന് പറയാം. അപ്പം അത്രേ ഉള്ളൂ. ബൈ.